ഹല്ലേലൂയ, ഹല്ലേലൂയ. 138 സങ്കീർത്തനത്തിന്റെ 7 വചനം. കഷ്ടതയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു. നമ്മുടെ ജീവനെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പദ്ധതികൾ എൻ്റെ ബുദ്ധിയിലോ ചിന്തയിലോ ഒതുങ്ങുന്നതല്ല. അതുകൊണ്ട് ഞാനെന്ത് ചെയ്യുന്നു? സങ്കീർത്തകൻ 18 അധ്യായത്തിലെ 6 വചനത്തിൽ വീണ്ടും പറയുകയാണ്, കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടു. എൻ്റെ നിലവിളിയുടെ ശബ്ദം അവിടുത്തെ കാതുകളിലെത്തി. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിലവിളി കേൾക്കുന്ന ഒരു കർത്താവുണ്ട്. ഈ നാളുകളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലപിച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ള കൃപാഭിഷേകത്തിൻ്റെ ദിനങ്ങളാണ്. ഇത് ഒരു ദൈവിക അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ കർത്താവ് ഒരുക്കിയിരിക്കുന്ന കാലമാണ്. ഇത് തിരിച്ചറിയാൻ ബുദ്ധിക്ക് സാധ്യമല്ല. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരണം. ദൈവസ്നേഹാനുഭവം നിറയണം. അപ്പോഴാണ് സങ്കീർത്തകനോടൊപ്പം പറയാൻ പറ്റുക, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, കാരണം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചല്ലോ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കാം. ഈ ദുരന്തങ്ങളും ദുഃഖങ്ങളും രോഗപീഠകളും പ്രതിസന്ധികളും എല്ലാം എൻ്റെ ജീവിതത്തെ കൂടുതൽ ദൈവ അനുഭവത്തിലേക്കും ദൈവസ്നേഹത്തിലേക്കും നയിക്കാൻ പര്യാപ്തമാകും. ഞാൻ ദൈവികമായ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് ജീവിതാനുഭവങ്ങളെ നോക്കിക്കാണുമ്പോൾ കണ്ണുകളടയ്ക്കാം, കരങ്ങളൊന്ന് കൂപ്പി മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, കഷ്ടതകളിലൂടെയും ഞെരുക്കങ്ങളിലൂടെയും കടന്നു പോകുന്നെങ്കിലും എന്നെ പരിപാലിക്കുന്ന ഒരു ദൈവമാണ് അവിടുന്ന്. എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് അവിടുന്ന്. എൻ്റെ തലയുടെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ കരുതൽ എത്രയോ വലുതാണ്. ഓ ദൈവമേ, ഞാൻ കടന്നു പോകുന്ന പ്രതിസന്ധികൾ, എൻ്റെ ജീവിതത്തിലെ കഷ്ടതകൾ, രോഗപീഠകൾ, എൻ്റെ ജീവിത ദുഃഖങ്ങൾ, എൻ്റെ സ്വകാര്യ നൊമ്പരങ്ങൾ ഓരോന്നും എല്ലാം അറിയുന്ന നിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കുമ്പോൾ, കർത്താവേ, എന്നിലേക്ക് നിൻ്റെ ശക്തി പ്രവഹിക്കട്ടെ, എന്നിലേക്ക് നിൻ്റെ കാരുണ്യം പ്രവഹിക്കട്ടെ, എന്നിലേക്ക് നിൻ്റെ കൃപാവരത്തിൻ്റെ ഒരൊഴുക്ക് സംഭവിക്കട്ടെ. ഇരു കരങ്ങൾ സ്വർഗത്തിലേക്ക് എല്ലാ ദൈവമക്കളും ഉയർത്തി ആ ദൈവത്തിലെ ശരണപ്പെട്ടുകൊണ്ട് ആ കർത്താവിൻ്റെ നാമത്തെ വിശ്വാസത്തോടെ തീക്ഷ്ണതയോടെ ആഗ്രഹത്തോടെ ഒന്ന് വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തെ ആരാധിക്കുന്ന എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങയുടെ കൃപകൾ നിറയ്ക്കണമേ. ജീവിതത്തിൽ കടന്നു പോകുന്ന സങ്കടങ്ങളും ദുരന്തങ്ങളും അസ്വസ്ഥകളും രോഗപീഠകളും പ്രതിസന്ധികളും എല്ലാം അങ്ങ് എൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരുക്കുന്നവയാണെന്ന് തിരിച്ചറിയാൻ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ അവിടെ തന്നെ അഭ്യസിപ്പിക്കുകയാണെന്ന് തിരിച്ചറിയാൻ, എൻ്റെ ജീവിതം നന്മയായി പരിണമിപ്പിക്കാൻ അവിടുന്ന് ഒരുക്കുന്ന വഴികളാണെന്ന് തിരിച്ചറിയുവാൻ ഒരു കൃപയുടെ നിറവെനിക്ക് തരണമേ, ഒരു വിശ്വാസത്തിന്റെ വെളിച്ചം എനിക്ക് തരണമേ, ആത്മാവിന്റെ പ്രകാശം എനിക്ക് തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കഷ്ടതകളിലും ഞെരുക്കത്തിലും തളരാത്ത പ്രത്യാശയുടെ ഒരു ഹൃദയം എൻ്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ കരുണയോടെ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനേക മനസ്സുകളിലേക്ക് ദൈവ പരിപാലനയുടെ ചിന്ത നിറയട്ടെ, ദൈവ സ്നേഹത്തിന്റെ ചിന്ത നിറയട്ടെ. ഓരോ ജീവിതങ്ങളിലേക്ക് വിശ്വാസത്തിലൊരു വർധനവ് ഈ വചന പ്രഘോഷണ നിമിഷങ്ങളിൽ സംഭവിക്കട്ടെ. കർത്താവേ, അങ്ങിൽ ശരണപ്പെടുന്ന എൻ്റെ ജീവിതങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ, ശക്തിയാൽ നിറയ്ക്കണമേ, കൃപയാൽ നിറയ്ക്കണമേ, അഭിഷേകത്താൽ പൂരിതമാക്കണമേ. കരങ്ങൾ താഴ്ത്തി കൈകൾ കൊട്ടി വിശ്വസിച്ച കഷ്ടങ്ങൾ സാരമില്ല, ചേർന്ന് പാടത്തെ കണ്ണുനീർ സാരമില്ല, നിത്യതേജസിന്ധനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. വിശ്വാസത്തോടെ പാടിക്കേ, കണ്ണുനീർ സാരമില്ല. ഓ ദൈവമേ, ദുഃഖങ്ങളും ദുരന്തങ്ങളും അപകടങ്ങളും അസ്വസ്ഥതകളും അനർത്ഥങ്ങളും ചുറ്റുപാടുകളിലും പെരുകുമ്പോഴും ഞാനെങ്കിൽ ആശ്രയിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഏത് സങ്കടം ഉണ്ടായാലും, ഏത് തകർച്ച ഉണ്ടായാലും, ഏത് രോഗമുണ്ടായാലും, ഏത് അസ്വസ്ഥത ഉണ്ടായാലും ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് മാത്രമാണ് ഏക സത്യ ദൈവമെന്ന്. അങ്ങിൽ ആശ്രയിക്കുന്ന എൻ്റെ ജീവിതങ്ങളെ കൃപയാൽ നിറയ്ക്കണമേ, അഭിഷേകത്താൽ നിറയ്ക്കണമേ, ആത്മാവിൽ പൂരിതമാക്കണമേ. ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിന്റെ ആദാവെഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഒരുങ്ങുക.
വിശ്വസിക്കട്ടെ. സാരമില്ല, ആമേൻ. കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കർത്താവേ, കണ്ണുനീർ സാരമില്ല, ഓ ദൈവമേ, കഷ്ടങ്ങൾ സാരമില്ല, പ്രതിസന്ധികളിൽ തളരാതെ അങ്ങിൽ ആശ്രയിക്കാൻ മാത്രം വിശ്വാസത്തിന്റെ കരുത്ത് എന്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ നൽകണമേ. ഓരോ ജീവിതങ്ങളിലേക്ക് ഇപ്പോൾ നൽകണമേ. എന്റെ കുടുംബത്തിലേക്ക് നൽകണമേ. എന്റെ ജീവിത സങ്കടങ്ങളിലേക്ക് ഇപ്പോൾ വിശ്വാസത്തിന്റെ പ്രത്യാശയുടെ ഒരു ചൈതന്യം പകരണമേ. ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി എല്ലാ ദൈവമക്കളും ചേർന്ന് ഒന്നിക്കോട് സ്തുതിക്കട്ടെ. ഒരിക്കൽ കൂടെ സ്തുതിക്കട്ടെ. തീക്ഷ്ണതയോടെ ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, അങ്ങിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നവരെ നിരാശരാകാൻ അനുവദിക്കാത്ത കർത്താവേ, എന്റെ ജീവിതത്തിലേക്ക് ദൈവിക അവബോധത്തിന്റെ നിറവ് തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി, കരങ്ങൾ കൂപ്പി. കഷ്ടങ്ങൾ സാരമില്ല, ഓ ദൈവമേ, തിരിച്ചറിയുന്നു, വിശ്വസിക്കുന്നു. കണ്ണുനീർ സാരമില്ല, ഞങ്ങൾ പൂർണ്ണമായി ശരണപ്പെടുന്നു. ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. പരിശുദ്ധമേ, സഹനങ്ങളിൽ തളരാതെ സഹനത്തെ ദൈവിക പദ്ധതിയായി സ്വീകരിച്ച് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന അമ്മ ഏറ്റുപറഞ്ഞതുപോലെ ഏറ്റുപറയാൻ മാത്രം പാറ പോലെ വിശ്വാസത്തിൻ്റെ ദൃഢത എനിക്ക് ലഭിക്കാനായി തിരുക്കുമാരൻ്റെ സന്നിധിയിൽ എനിക്കായി അപേക്ഷിക്കണമേ അമ്മേ. സകല വിശുദ്ധരെ, രക്തസാക്ഷികളെ മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കിരിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നാളുകള് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണല്ലേ. ഈ ദിവസങ്ങളിൽ UK നിന്ന് ഒരു മകൾ എന്നോട് വിളിച്ചു ചോദിച്ചു, അച്ഛാ എന്താ അച്ഛ ഇങ്ങനെയൊക്കെ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് ദുരന്തങ്ങൾ മാത്രമാണല്ലോ സംഭവിക്കുന്നത്, എല്ലാം അവസാനിക്കാൻ പോവുകയാണോ, എന്താ അച്ഛ ചെയ്യുന്നേ? എന്തേരം പ്രാർത്ഥിക്കാൻ ശ്രമിക്കുമ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലേക്ക് വന്ന് മൂടിയിട്ട് ദൈവം എന്നാ ഇങ്ങനെയൊക്കെ എന്ന് ചിന്തിച്ചു പോവുക. ദൈവം ഇതൊക്കെ കാണുന്നില്ല എന്ന് മനസ്സിൽ വല്ലാതെ ഭാരപ്പെട്ടു പോവാ. അച്ഛാ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പം ഞാൻ ആ മകളോട് പറഞ്ഞു, ഈ ദിവസങ്ങളിൽ ഒരു കുടുംബം ഒരു പ്രത്യേക പ്രതിസന്ധിയിലൂടെ കടന്നുപോയ സമയത്ത് എന്നെ വിളിച്ചു. ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്ന ഒരു കുടുംബമാണ്, വളരെ സുഗമമായിട്ട് മുൻപോട്ട് പോകുന്ന ഒരു കുടുംബമാണ്. ഈ ദിവസങ്ങളിൽ വലിയൊരു പ്രതിസന്ധി ആ കുടുംബത്തിൽ ഉടലെടുത്തു. അപ്പം അവരെന്നോട് പറഞ്ഞു, അച്ഛാ വല്ലാത്ത ഒരു തിരിച്ചടിയായിപ്പോയി ഞങ്ങളുടെ ജീവിതത്തിൽ. ഞാൻ അവരോട് ആ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയതായ ഒരു കാര്യം പങ്കുവെച്ചു. ഞാൻ പറഞ്ഞു, ഈ സ്മൂത്തായ വഴിയിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒന്നും അറിയാറില്ല. അതിനുശേഷം ഇത് ഈ കുണ്ടും കുഴിയൊക്കെ പിടിച്ച ഗട്ടർ റോഡിലൂടെ പിന്നെ അങ്ങ് കുറേ പോകുമ്പോഴാണ് എൻ്റെ ദൈവമേ എന്തൊരു വഴിയേത്, എന്തൊരവസ്ഥ ഇതെന്ന് പറയുന്നത്. അത്രയും നേരം വളരെ സ്മൂത്തായ ഒരു റോഡിലൂടെ പോന്നപ്പോൾ യാത്രയുടെ ബുദ്ധിമുട്ട് ആരും അറിഞ്ഞിട്ടില്ല. ഞാൻ ആ കുടുംബത്തോട് പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഈ മകളോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു വെച്ചു, സത്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഇങ്ങനെ പ്രതിസന്ധി ഇല്ലാതെ അസ്വസ്ഥതയില്ലാതെ മുമ്പോട്ട് നീങ്ങിയപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അങ്ങ് പൊക്കോളും എന്ന് ചിന്തിച്ച ഒരു നാളുണ്ട്. ഇതൊക്കെ ഇങ്ങനെ അങ്ങ് പൊക്കോളും, ഇതൊന്നും ഒരു കുഴപ്പമില്ല, നമ്മൾ ദൈവം ഇല്ലേലും പ്രശ്നമൊന്നുമില്ല,
ഞങ്ങൾക്ക് ഇപ്പൊ ആവശ്യത്തിന് സുഖസൗകര്യമുണ്ട്, ആവശ്യത്തിന് സമ്പത്തുണ്ട്, പിന്നെ എന്നാ ഒരു കുറവ്? അതുകൊണ്ട് ദൈവത്തിന്റെ വലിയൊരു കാര്യമൊന്നും ഇവിടെ ഇല്ല, ദൈവത്തിന് ഇവിടെ വലിയ റോളൊന്നും ഇല്ല എന്ന് ചിന്തിച്ചു പോയ ഒരു നാളുണ്ട് കുറേയേറെ പേർക്ക്. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ ഇങ്ങനെ ഗട്ടറും കുണ്ടും കുഴിയൊക്കെ വരാൻ തുടങ്ങിയപ്പോ, കോവിഡും പ്രകൃതിക്ഷോഭങ്ങളും അസ്വസ്ഥതകളും ഒക്കെ വീണ്ടും അലട്ടാനായിട്ട് തുടങ്ങിയപ്പോ, ദൈവമേ ഇത് എന്നാ എന്ന് ചിന്തിക്കുക. ഒരു വിഭാഗം യുക്തിവാദികള് ഈ രണ്ട് തലത്തിൽ നിന്നാലും അതിനൊരേപോലെ പറയും. അവിടെ ദൈവം ഇങ്ങനെ പരിപാലിച്ചുകൊണ്ട് പോകുമ്പോൾ പറഞ്ഞു, എന്തിനാ ദൈവം മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ പ്രയത്നം കൊണ്ട് ഇങ്ങനെയെല്ലാം മുമ്പോട്ട് പോയിക്കൊള്ളും. ഇവിടെ പ്രതിസന്ധി ഉണ്ടായപ്പോൾ പറഞ്ഞു, ദൈവം എന്തിയേ, നിങ്ങൾ വിളിക്കുന്ന ദൈവം എന്തിയേ, ഇപ്പോ ദൈവം ഇതൊന്നും കാണാനില്ലേ? ഈ നാളുകളിൽ കുറേയേറെ മക്കളുടെ ജീവിതങ്ങളിൽ ഉയരുന്ന ഒരു ചോദ്യമാണിത്. എന്താ? ദൈവം എവിടെയാ? ദൈവം പരിപാലിക്കുന്ന ഒരുവനാണെന്ന് പറഞ്ഞിട്ട് ഈ രോഗപീഠകളും അസ്വസ്ഥതകളും ഒക്കെ ഇങ്ങനെ പെരുകുന്ന എന്താ? ദൈവം ഉണ്ടെങ്കിൽ ഇതുപോലെ ദുരന്തങ്ങൾ ഏറിയേറി വരുമോ? ഇത് ഒരുപാട് പേരുടെ ജീവിതങ്ങളിലെ വിശ്വാസത്തിന്റെ വടവൃക്ഷത്തെ പിടിച്ചുലയ്ക്കുന്ന ചില ചിന്തകളാണ്. കാരണം ശരിയാണ്, ദുരന്തങ്ങളും ദുഃഖങ്ങളും അസ്വസ്ഥതകളും പ്രതിസന്ധികളും ഓരോ ദിവസവും ഇങ്ങനെ ഏറി വരിക. അതിനിടയിൽ എവിടെയാ ദൈവത്തിനൊരു റോള്? ദൈവം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്നിനൊന്നിന് ദുരന്തങ്ങൾ സംഭവിക്കുമോ? ഈ ചോദ്യം ഇന്ന് തുടങ്ങിയതല്ല കേട്ടോ, കാലങ്ങൾക്ക് മുമ്പ് ചോദിച്ചു തുടങ്ങിയതാ ഒരുപാട് തത്വചിന്തകന്മാര്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇത് ഇന്ന് ഉയർന്ന ഒരു ചോദ്യമല്ല, ഇന്നലകളിലോ പൊട്ടിമുളച്ച ഒരു ചിന്തയല്ല. കാലങ്ങളായിട്ട് ഒരു വിഭാഗം യുക്തിചിന്തകരും ഒരു വിഭാഗം നിരീശ്വരവാദികളും ഒക്കെ ഉയർത്തുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ ആ ചോദ്യങ്ങൾക്കൊക്കെ ഒരു കാലഘട്ടങ്ങളിൽ അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ തന്നെ അവർ ഉത്തരം പറയേണ്ടി വന്നിട്ടുണ്ട്. വോൾട്ടയർ എന്ന നിരീശ്വരവാദിയുടെ മരണക്കിടക്കരികെ നിന്ന് നേഴ്സ് പറഞ്ഞു, ജീവിതത്തിൽ കോടികൾ തരാന്ന് പറഞ്ഞാലും ജൈവവിശ്വാസം ഇല്ലാത്ത ഒരു വ്യക്തിയുടെ മരണക്കിടക്കരികിൽ ഞാൻ നിൽക്കത്തില്ല, എന്നെ കൊണ്ടത് സാധ്യമല്ല. കാരണം ഈ നിരീശ്വര ചിന്തകൻ ഇങ്ങനെ മരിക്കാൻ നേരത്ത് വിരിച്ചു പറയോ, ഇതേ തീ, ഇതേ സാത്താൻ, ഇതേ അഗ്നി, ഇതേ നാശം, ഇത് മാത്രമേ പറയാനുള്ളൂ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഏത് യുക്തിയിലോ ഏത് നിരീശ്വരത്വത്തിലോ ഊളിയിട്ടിറങ്ങിയാലും നിന്റെ ജീവിതത്തിൽ ഇത് അവസാനിക്കുന്ന ഒരു സമയമുണ്ട്. ഈ ഹൃദയം ഇടിപ്പ് നിലയ്ക്കുന്ന സമയം, ഈ ശ്വാസോച്ഛ്വാസം നിലയ്ക്കുന്ന ഒരു സമയം. അന്ന് നിനക്ക് വിളിച്ചു കരയാൻ ഈ ഭൂമിയിൽ നിന്റെ തത്വചിന്തകളോ നിന്റെ ബന്ധങ്ങളോ നീ ഉണ്ടാക്കിയ സമ്പത്തോ നിന്റെ സ്ഥാനമാനങ്ങളോ ഒന്നും പര്യാപ്തമല്ല. ഒന്നേ ഉള്ളൂ, ദൈവം. ഈ തിരിച്ചറിവ് ഉള്ളിൽ സൂക്ഷിക്കുകയാണ് ഏറ്റവും അനിവാര്യം. അതുകൊണ്ടാണ് ഒരുപാട് നിരീശ്വര ചിന്തകർ അവരുടെ ചിന്തകളിൽ നിന്നൊക്കെ മാറി ജീവിതത്തിൻ്റെ ഒരു മരണത്തിൻ്റെ നിമിഷങ്ങളിലെങ്കിലും ഏറ്റുപറഞ്ഞത് ദൈവമുണ്ട്. അതിനപ്പുറത്തേക്ക് പറഞ്ഞു വെച്ചു ചിലരൊക്കെ ദൈവമുള്ളൂ. അതുകൊണ്ട് ഈ നാളുകളിൽ ഉയരുന്ന യുക്തി ചിന്തകൾക്കോ നിരീശ്വരവാദത്തിൻ്റെ ഗതി പിടിക്കാത്ത അലയുന്ന ആത്മാവിൻ്റെ വാക്കുകൾക്കോ നമ്മൾ കാതോർക്കരുത്. ദൈവമക്കളെ, നമ്മൾ തിരിച്ചറിയേണ്ടതും ഉൾക്കൊള്ളേണ്ടതുമായ ചില കാര്യങ്ങൾ കർത്താവ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പഠിപ്പിച്ച് വെച്ചിട്ടുള്ള സത്യങ്ങൾ തന്നെയാണ്. ജോബ് സഹനത്തിന്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ജോബിന്റെ പക്കൽ ഭാര്യ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണത്? നിങ്ങൾ ദൈവത്തെ ശപിച്ചിട്ട് പോയി മരിക്കാൻ നോക്ക്, വേറെ വഴിയൊന്നുമില്ല. ഇവിടെ ഈ ശരീരം മുഴുവൻ ഇങ്ങനെ വ്രണങ്ങൾ ബാധിച്ച് ചാരത്തിലിരുന്ന് ഒട്ടുകഷ്ണം കൊണ്ട് ഈ ശരീരത്തെ ചരണ്ടുന്ന ഈ ജോബിനോട് ഭാര്യ പറയാണ്, എന്തിനാ ഇനി ഇങ്ങനെ ഈ ദൈവത്തെ വിളിച്ചോണ്ടിരിക്കുക? ഇതേ കാര്യം തന്നെ ഇന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഇന്നാൾ എന്നോടൊരു നേഴ്സ് പറഞ്ഞു, അച്ഛാ ഭർത്താവ് പറയാ, നിനക്ക് ഇനി ഒരു ബോധമില്ലേ, നീ എന്തിനാ ഇപ്പോഴും ഈ ആരാധനയും കൂടി ഈ കുർബാനയും കൂടി ഇരിക്കുന്നത്? ഇനിയെങ്കിലും ഒന്നും മനസ്സിലാക്കാനായിട്ടുള്ള ബോധം ഉണ്ടായിട്ടില്ലേ? ഒരുപാട് മക്കള് ഈ നാളുകളിൽ ഒത്തിരി തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളോട് വല്യപ്പച്ചന്മാരോടും വല്യമ്മച്ചിമാരോടും പറയാണ്, ഇനി ഈ പ്രാർത്ഥനയും കൊണ്ടിരിക്കുകയാണോ? ഞാൻ ഏതായാലും കുടുംബ പ്രാർത്ഥനയ്ക്കില്ല, ഇനി പ്രാർത്ഥിച്ചിട്ട് എന്നാ കാര്യം? അപ്പൊ നോക്കിക്കേ കാര്യങ്ങളുടെ പോക്കെങ്ങോട്ടാന്ന്. മറ്റൊരു വാക്കില് ഈ ജോബിന്റെ ഭാര്യ പറഞ്ഞ കണക്ക് തന്നെ എന്ന് പറഞ്ഞാൽ ദൈവത്തെ പിടിച്ചോണ്ട് ഇനി ഇരുന്നിട്ട് എന്നാ കാര്യം? അതൊക്കെ പോയി, അതൊക്കെ തീർന്നു. ഈ പള്ളി വരണം, കുർബാന സ്വീകരിക്കണം, ഇങ്ങനെ പ്രാർത്ഥിക്കണം, അങ്ങനെ നിൽക്കണം, ഒക്കെ തീർന്നില്ലേ ഇപ്പൊ? എന്നിട്ടിപ്പോ എന്താ സംഭവിച്ചേ? ഇപ്പൊ എന്നാ ഉണ്ടായേ? പിന്നെ എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യകത? ഈ ലോകത്തിൽ വൃത്തിയായും നന്മയായിട്ടൊക്കെ ജീവിച്ചാൽ മതി, ഈ പ്രാർത്ഥനയും പരിവട്ടവും അതിൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ തോന്നുന്നു, ശരിയല്ലേ ഇത്? ശരിയല്ലേ? പക്ഷെ എന്താ സത്യം? ഇവർ ജീവിക്കുന്നുണ്ടോ അങ്ങനെ? ഇല്ല.
ഒരുപാട് യുവതി യുവാക്കള്, ഒരുപാട് മക്കള് പാപത്തിന്റെ ബന്ധനത്തിലാ. ഇന്നും ഈ പ്രതിസന്ധി മുഴുവൻ ഉടലെടുത്തിട്ടും ഈ നാളുകളിൽ ഇത്രയും കാലങ്ങൾ മുമ്പോട്ട് പോയിട്ടും ഇത്രയും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങൾ വളർച്ച പ്രാപിച്ച വികസിത രാജ്യങ്ങളിൽ പോലും വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഒരു മരുന്നിന് പരിഹാരമായിട്ടില്ല എന്ന് പറയുമ്പോ ശാസ്ത്രത്തിലും യുക്തിയിലും ആശ്രയം വെക്കുന്നവരോട് ചോദിക്കുക, എവിടെ നിന്റെ ആശ്രയത്വം, എവിടെ നിന്റെ ബലം? എന്നിട്ടും പറയാണ് ദൈവത്തെ ശപിച്ചിട്ട് പോയി മരിക്കാൻ നോക്കുന്ന. അപ്പോൾ ഈ പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഉടലെടുക്കുമ്പോൾ മനുഷ്യ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ഒരുപാട് പേര് പാപത്തിൻ്റെയും ജഡമോഹങ്ങളുടെയും ലഹരിയുടെയും ലോകസുഖങ്ങളുടെയും സന്തോഷത്തിൽ രമിച്ചിരുന്നവരൊക്കെ പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലാത്തവര്, കുർബാനയ്ക്ക് പങ്കെടുക്കാൻ താല്പര്യമില്ലാത്തവര്, ആത്മീയ ശുശ്രൂഷകളിൽ താല്പര്യമില്ലാതെ ലോകസുഖങ്ങളെ ആശ്രയിക്കാൻ മനസ്സ് വെമ്പിയവര്, അവരൊക്കെ പറയാ ഇതിനൊന്നും കാര്യം ആവശ്യമില്ല, വെറുതെ പ്രഹസനങ്ങൾക്ക് വേണ്ടി മാത്രം, ഒരു സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടി മാത്രം പള്ളിയിൽ പോയിരുന്നവർക്കൊക്കെ സന്തോഷമായി. കാരണം എന്താണ്? പോകേണ്ട കാര്യമില്ല, കോവിഡ് പിടിക്കും കേട്ടോ, അതുകൊണ്ട് പള്ളിയിൽ പോകേണ്ട കാര്യമില്ല. കേൾക്കുമ്പോൾ എന്ത് സന്തോഷ! സത്യസന്ധമല്ലേ പറയുന്ന കാര്യങ്ങൾ? അതെ, പലപ്പോഴും ഇതിന് ഉപോത്ഭകമായിട്ടുള്ള ഒരുപാട് പിന്തുണയും ദൈവിക വ്യക്തികളിൽ നിന്ന് പോലും ലഭിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അപ്പൊ നോക്കിക്കേ, എവിടാണ് പോകുന്നത് നമ്മുടെ വിശ്വാസം? എവിടാണ് പോകുന്നത് നമ്മുടെ തീക്ഷ്ണത? എവിടാണ് പോകുന്നത് നമ്മുടെ ദൈവാനുഭവം? എവിടാണ് പോകുന്നത് നമ്മുടെ പ്രാർത്ഥനാനുഭവം? ഈ നാളുകളിൽ ഉടനീളം കൂദാശകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, ആത്മീയ ശുശ്രൂഷകളിലൂടെ കരുത്താർജിച്ചു എന്ന് ചിന്തിക്കുന്ന നമ്മുടെ ജീവിതങ്ങളെ തളർത്തിക്കളയാൻ മാത്രം പര്യാപ്തമാകുന്ന ഈ ഉപദേശങ്ങൾക്ക് കാതോർത്താൽ ദൈവമക്കളെ പോകുന്നത് നാശത്തിലേക്കാ. ഈ നാളുകളിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളെ മുഴുവൻ കണക്കിലെടുത്തുകൊണ്ട് ഒന്നാമത്തെ കാര്യം ചിന്തിക്കേണ്ടത് കാലത്തിന്റെ അടയാളങ്ങളെ വിവേചിച്ചറിയണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഈറ്റുനോവിന്റെ ആരംഭമായിട്ട് നിനക്ക് കണ്ടുകൂടെ? അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ കാര്യം കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്, ജാഗരൂകരായിരിക്കുവൻ. ഒരു വിധിയെ പരാമർശിച്ചുകൊണ്ട് കർത്താവ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന വചനഭാഗമാണത്, ജാഗരൂകരായിരിക്കുവൻ. എല്ലാവരോടുമായിട്ടാണ് ഞാൻ പറയുന്നത്, ജാഗരൂകരായി. എത്രയോ തവണ കർത്താവ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മൂന്നാമതൊന്ന്, പശ്ചാത്തപിക്കുവൻ. ഒരു ലഹള ഉടലെടുത്ത നാളുകളിൽ അനേകരുടെ ജീവിതങ്ങളെ കൊല ചെയ്തുകൊണ്ട് അവരുടെ രക്തമെടുത്ത് ബലിരക്തത്തോട് കൂട്ടിച്ചേർക്കാൻ മാത്രം ക്രൂരത കാണിച്ച പീലാത്തോസിന്റെ പ്രവർത്തികളെ കുറിച്ച് ചോദിച്ചപ്പോ ഈശോ പറഞ്ഞു വെച്ചതും സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ടവരുടെ ചരിത്രത്തെ പ്രതിപാദിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളിലും കർത്താവ് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, പശ്ചാത്തപിക്കുവൻ. പശ്ചാത്തപിച്ചില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഇതുപോലെ നശിക്കും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാവുന്ന 3 കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു വെച്ചത്. ഒന്ന്, നീ കാലത്തിന്റെ അടയാളങ്ങളെ വിവേചിച്ചറിയാം. രണ്ടാമതൊന്ന്, നീ ജാഗരൂകത പുലർത്തണം. മൂന്നാമതൊന്ന്, നിന്റെ ജീവിതത്തിൽ പശ്ചാത്താപത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ട നാളുകളായി. ഇത് ഇറ്റുനോവിന്റെ ആരംഭമാണ്. രോഗപീഠകള്, പ്രകൃതി ദുരന്തങ്ങള്, അസ്വസ്ഥതകള്, അനർത്ഥങ്ങള് നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദൈവ പരിപാലനയെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാനായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ എടുത്തുകൂടെ? അതുകൊണ്ടൊരു വ്യക്തി എന്നോട് പറഞ്ഞു, അച്ഛാ സത്യം പറഞ്ഞ ദൈവപരിപാലന ഓർത്ത് നന്ദി പറയാതെ ഞാൻ പിന്നെയും കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം എനിക്ക് തോന്നുക അച്ഛാ, സത്യം പറഞ്ഞ ദൈവം എന്തേരം ഇങ്ങനെ പരിപാലിച്ച് വഴി നടത്തുന്നത്, ദൈവം എന്തേരെയാ ഇങ്ങനെ സംരക്ഷിക്കുന്നേ, ഇതൊന്നും ഓർത്ത് ഞാൻ ദൈവത്തെ പലപ്പോഴും മഹത്വപ്പെടുത്തിയിട്ടില്ല അച്ഛാ. ചിന്തിച്ചേ, നമുക്ക് ചിന്തിക്കാം. എൻ്റെ ജീവിതത്തെ പരിപാലിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഞാൻ ഓർക്കുന്നുണ്ടോ? രണ്ടാമത്, ഈ ജോബിൻ്റെ പക്കലെത്തുന്നത് സുഹൃത്തുക്കളാണ്. അവർ പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ പാപങ്ങളായി നിനക്ക് കാരണം. അന്ധനായ ഒരുവൻ വഴിയരികിൽ ഇരിക്കുന്ന കണ്ടപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപമൂല? കാരണം യഹൂദ ചിന്ത അങ്ങനെ, ദുരന്തങ്ങള്, രോഗങ്ങള്, ദുഃഖങ്ങള്, അസ്വസ്ഥതകള്, വന്ധ്യത, ഇവയെല്ലാം എന്തിന് കാരണമാണ്? ദൈവശിക്ഷയാണ്. എന്തിൻ്റെ? ഒന്നെങ്കിൽ നീയായിട്ട് കുറെ ചെയ്തു കൂട്ടിയിട്ടുണ്ട്, അതൊന്നും അല്ലെങ്കിൽ നിന്റെ പൂർവികരായിട്ട് ചെയ്തു കൂട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആൻസറാ. എത്ര എളുപ്പമുണ്ട് ഇങ്ങനെ പറഞ്ഞു പോകാനില്ലേ? ഇതൊക്കെ ഓരോന്നിൻ്റെ ഫലമാണ്. പിന്നെ അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മതിയല്ലോ. പിന്നെ കിടക്കുകയാണ് ഓരോ വ്യക്തികൾ അവരുടെ ജീവിതങ്ങളിലേക്ക് ഒരിക്കൽ പോലും അവനവനെ തന്നെ അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു അപകർഷതയുടെയും പാപചിന്തയുടെയും ലോകത്ത് ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയില്ല എന്ന് അവനവനോട് തന്നെ 100 തവണ ആവർത്തിച്ച് പറഞ്ഞ് നിരാശയുടെ പടുകുഴിയിലെ അന്ധകാരത്തിൽ വീണ് കിടക്കുന്ന ഒരുപാട് സങ്കടപ്പെടുന്ന ജീവിതങ്ങൾ ഈ നാളുകളിൽ കണ്ടിട്ടുണ്ട്. ദൈവമക്കളെ, സ്നേഹത്തോടെ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. ദൈവിക ശിക്ഷയായി
രക്ഷയായിട്ട് നീ ഇതിനെ കണ്ടാൽ നിന്റെ ജീവിതത്തെ രക്ഷപ്പെടുത്തുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് നിനക്ക് എന്ന് ചിന്തയുണ്ടാകുന്നു? ഈ ലോകത്തിലേക്ക് പാപിയെ സ്വീകരിക്കാൻ വന്ന ഒരു ക്രിസ്തുവുണ്ട് എന്ന് പറഞ്ഞാൽ പാപത്തിൽ ആണ്ടുകിടക്കുന്നവൻ അവന്റെ ജീവിതത്തെ പാപിയാണ് എന്ന് ഏറ്റു പറയുന്നിടത്താണ് കർത്താവിന്റെ രക്ഷയുള്ളതെന്ന് നിസ്തർക്കമാണ്. പക്ഷേ എനിക്ക് ഒരിക്കലും രക്ഷയില്ല എന്ന് പറഞ്ഞ് കർത്താവ് രക്ഷയുടെ കരങ്ങൾ നീട്ടുമ്പോ ആ കൈകളിലേക്ക് നോക്കാൻ, ആ കൈകൾ നീട്ടി ഒന്ന് പിടിക്കാൻ മനസ്സില്ലാതെ നീ താഴേക്ക് മാത്രം നോക്കി നിന്റെ അപകർഷതയിൽ കൂപ്പുകുത്തുമ്പോ തിരിച്ചറിയണം, രക്ഷ നിനക്ക് അസാധ്യമായി തീരുക. ആര് വഴി? നിന്റെ അപകർഷത വഴി. ഒരുപക്ഷെ നിനക്ക് മറ്റുള്ളവർ നൽകിയ തെറ്റായ നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ വഴി നിനക്ക് രക്ഷ തന്ന ഒരു കർത്താവുണ്ടെന്നേ. അതാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത്, നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. വയലിലെ പുല്ലിനെയും ആകാശത്തിലെ പറവയെയും പരിപാലിക്കുന്ന ഒരു ദൈവത്തിന് നിന്നെക്കുറിച്ച് കരുതലില്ലേ മോനെ, മോളെ? ഉണ്ട്. തിരിച്ചറിയണം ഈ കാര്യത്തെക്കുറിച്ച്. ആ ദൈവ പരിപാലനെ വിശ്വസിക്കണം. ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന്. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നത് പോലെ എൻ്റെ ചിന്തകളും എൻ്റെ പ്രവൃത്തികളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമാണെന്ന് പറയുന്ന ഒരു കർത്താവുണ്ട്. ആ തിരിച്ചറിവിലല്ലേ സങ്കീർത്തകൻ പറയുക, ദൈവത്തിന് എന്നെ കുറിച്ച് വിചാരമുണ്ട്, ദൈവത്തിന് എന്നെ കുറിച്ച് കരുതലുണ്ടെന്ന്. അങ്ങനെ കരുതുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ ഉയരാൻ എത്രയോ അനുഭവങ്ങൾ കഴിഞ്ഞ നാളുകൾ നമ്മുടെയൊക്കെ ജീവിതങ്ങൾക്കുണ്ട് പ്രിയപ്പെട്ടവരെ. ആ ഓർമ്മകൾ എൻ്റെ ജീവിതത്തെ ഈ നിരാശയിൽ നിന്ന് മോചിപ്പിക്കട്ടെ. ആ ചിന്തകൾ എൻ്റെ ജീവിതത്തെ ബലപ്പെടുത്തട്ടെ. കഴിഞ്ഞ നാളുകളിലെ ചില ഇടർച്ചയുടെ വഴികളെ ഓർത്ത് വീണ്ടും വീണ്ടും അസ്വസ്ഥപ്പെട്ട് നീ കരഞ്ഞു കേണിയിരുന്നാൽ നിനക്ക് ലഭ്യമാകാതെ പോകുന്നുണ്ട് ദൈവിക ദർശനം. മഗ്ദലന മറിയത്തിന് കണക്ക്, അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കർത്താവാണെന്ന് തിരിച്ചറിയാൻ വൈകി. ജീവിതത്തിൽ എമ്മൗസിലേക്ക് പോയി ശിഷ്യന്മാർ കണക്ക് ചില മൂടപ്പെടുന്ന കണ്ണുകളുണ്ടാകാം. അത് ചിലപ്പോൾ ഇങ്ങനെ നിലയ്ക്കാത്ത കുറ്റബോധത്തിൻ്റെ ചിന്തകൾക്കുണ്ടാകാം. എങ്കിൽ തിരുത്തേണ്ടതുണ്ട് ഈ നാളുകളിൽ. നീ ക്രിസ്തുവിലേക്ക് വരിക. അതുകൊണ്ടാണ് ഹോസിയ പ്രവാചകൻ പറഞ്ഞു വെക്കുക, നിന്റെ കർത്താവിൻ്റെ സഹായത്തോടെ തിരിച്ചു വരിക. തിരികെ വരേണ്ടത് കർത്താവിൻ്റെ സഹായത്തോടെയാണ്. ആ കരങ്ങളിൽ മുറുകെ പിടിക്കുക. കഷ്ടതകൾ, ഞെരുക്കങ്ങൾ, അസ്വസ്ഥതകൾ ദൈവാനുഭവത്തിലേക്ക് നിന്നെ കൂടുതൽ വളർത്തട്ടെ. അവിടെ പറയാൻ പറ്റും നമ്മൾ പാടിയതുപോലെ, എന്ത് കഷ്ടങ്ങൾ സാരമില്ല. ഇങ്ങനെ പറയാൻ ഒരു ദൈവശക്തി നമ്മളിലേക്ക് നിറയും. അത് കർത്താവ് കരുണയോടെ നമ്മളിലേക്ക് നൽകുന്ന അവിടുത്തെ ദാനമായ വിശ്വാസത്തിലൂടെയാണ്. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഹൃദയം കർത്താവിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട്, ദൈവമേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, അങ്ങനെയുള്ള ആശ്രയത്വം വർദ്ധിപ്പിക്കണമേ, അങ്ങിൽ പരിപൂർണമായിട്ട് ശരണപ്പെടാൻ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടെ അങ്ങേ സ്നേഹിക്കാൻ ഒരഭിഷേകം തരണമെന്ന് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ഈ പ്രതിസന്ധി മറികടക്കാൻ കർത്താവ് നമുക്ക് ബലം തരും. ആകാശത്തിലെ പറവകളെയും വയലിലെ പുല്ലിനെയും കരുണയോടെ പരിപാലിക്കുന്ന സ്നേഹം മാത്രമായ പൊന്നുതമ്പുരാനെ, ഒത്തിരി സ്നേഹത്തോടെ അങ്ങയുടെ ഹൃദയത്തോട് ചേർന്ന് നിന്ന ഞാൻ ഈ നിമിഷങ്ങളിൽ എൻ്റെ ഹൃദയവികാര വിചാരങ്ങളെ നിന്നിൽ അർപ്പിക്കുകയാണ്. കർത്താവേ, ചുറ്റുപാടുകളിലും തിരമാലകൾ പോലെ രോഗങ്ങളും ദുരന്തങ്ങളും പ്രതിബന്ധങ്ങളും അനർത്ഥങ്ങളും ഉടലെടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലും കർത്താവ് എവിടെയാണെന്ന് ചോദിച്ചു പോയിട്ടുണ്ട്. ഞാനാകുന്ന എൻ്റെ ജീവിത തോണിയുടെ അമരത്തുറങ്ങുന്ന അങ്ങയെ ഞാൻ പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല കർത്താവേ. ഞാൻ നോക്കിയിട്ടുള്ളത് അങ്ങിലേക്കല്ല, മറ്റുള്ളവരുടെ വാക്കുകളിലേക്കാണ്, അവരുടെ നിരാശപ്പെട്ട മുഖങ്ങളിലേക്കാണ്, അവരുടെ കണ്ണീരുണങ്ങാത്ത ചാലുകളിലേക്കാണ് ഈശോ ഞാൻ നോക്കേണ്ടിയിരുന്നതും ഞാൻ ഉണർത്തേണ്ടതും അങ്ങയായിരുന്നു. ഓ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ കുറവുകളെയും പോരായ്മകളെയും ഓർത്ത്, ആത്മീയ മരവിപ്പിനെ ഓർത്ത്, വിശ്വാസക്കുറവിനെ ഓർത്ത് അനുതാപത്തോടെ ഇപ്പോൾ മാപ്പ് ചോദിക്കുന്നു. ഓ ദൈവമേ, സകലതിനും അധികാരമുള്ളൊരു ദൈവമുണ്ട്, സകലതിനെയും പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്.
എന്നെ കാക്കുന്ന ഒരു കർത്താവുണ്ട്, എന്നെ കരുതുന്ന ഒരു കർത്താവുണ്ട്, എന്നെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഏത് പ്രതികൂലങ്ങൾ എനിക്കുണ്ടായാലും സകലതിനെയും സൃഷ്ടാവും പരിപാലകനുമായ അങ്ങയ്ക്ക് അസാധ്യമായ യാതൊന്നുമില്ല. ഏത് അപകടത്തിൻ്റെ ആഴുന്ന കൊടിയിൽ നിന്നും എന്നെ കരം പിടിച്ചുയർത്താൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് കർത്താവെ, വിശ്വാസത്തോടെ പ്രത്യാശയോടെ അങ്ങിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ ഏറ്റുപറയാണ്. എൻ്റെ ജീവിതം മുഴുവൻ ഇതാ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇരു കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എല്ലാ ദൈവമക്കളും ഉയർത്തിക്കൊണ്ട് ആ പരിപാലിക്കുന്ന സ്നേഹത്തെ ഒന്ന് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, സ്നേഹിച്ച് ആരാധിക്കുന്നു, പരിശുദ്ധനെ മഹത്വം നൽകി ആരാധിക്കുന്നു. എൻ്റെ ജീവിതത്തെ നിരന്തരമായി നയിക്കുന്ന കർത്താവെ, നിന്നെ ശരണപ്പെട്ട് നിന്റെ കാരുണ്യത്തിൽ ശക്തിയിൽ ആശ്രയിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ അനുഗ്രഹിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ, തീക്ഷ്ണത വർദ്ധിപ്പിച്ചു തരണമേ, എൻ്റെ ജീവിതത്തിലെ പ്രാർത്ഥനാനുഭവം വർദ്ധിപ്പിച്ചു തരണമേ, ദൈവസ്നേഹാനുഭവത്തിലേക്ക് എന്നെ വളർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ശക്തനായവനും പരിപാലകനുമായ അങ്ങ് എൻ്റെ കൂടെ എന്നുള്ള വിശ്വാസം എന്നെ ധൈര്യപ്പെടുത്തട്ടെ. ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. വിശ്വസിച്ചേറ്റ് പറയുന്നു. എന്നും എൻ്റെ കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. സാഗരങ്ങളെ ശാന്തമാക്കിയോ ശക്തനായവനെ, സാഗരങ്ങളെ ശാന്തമാക്കിയോ ശക്തനായവൻ കൂടെയുണ്ട്. കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ ഈ മരവിപ്പിനെ, ഈ ഒരു മന്ദതയുടെ അനുഭവത്തെ, ഈ ഒരു അസ്വസ്ഥതയെ എന്നിൽ നിന്നില്ലായ്മ ചെയ്യണമേ. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള ആശ്രയത്വം വർദ്ധിപ്പിക്കണമേ. പ്രതിസന്ധികൾ, ദുരന്തങ്ങൾ, സങ്കടങ്ങൾ അങ്ങയുടെ എന്നെക്കുറിച്ചുള്ള പദ്ധതിയാണെന്ന് വിശ്വസിക്കാൻ മാത്രം വിശ്വാസത്തിന് ശക്തി പകരണമേ. എല്ലാ ദൈവമക്കളും വിശ്വാസം വർദ്ധിപ്പിക്കാൻ, ദൈവസ്നേഹം വർദ്ധിക്കാൻ ആഗ്രഹത്തോടെ കർത്താവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്. ജീവിത ദുഃഖങ്ങളും സങ്കടങ്ങളും നിരാശകളും എല്ലാം കർത്താവിൻ്റെ പദ്ധതിയാണെന്ന് വിശ്വസിക്കാൻ മാത്രമുള്ള ഒരു ശക്തി ഇപ്പോൾ അനേകരിലേക്ക് ലഭിക്കുന്ന സമയമാണ് ഈ ആശീർവാദത്തിൻ്റെ സമയം. ബോധ്യത്തോടെ, വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി യേശുവേ, യേശുവേ എന്ന് ജീവിക്കുന്നവനായ, സാഗരങ്ങളെ ശാന്തമാക്കിയവനായ കർത്താവിനെ വിളിച്ച് വിളിച്ച് സ്തുതിക്കട്ടെ. ഈശോയെ, 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 ഈശോയെ. അനേക മക്കളുടെ ജീവിതങ്ങളിലേക്ക് എല്ലാ നിരാശയുടെയും അസ്വസ്ഥതയുടെയും യുക്തിചിന്തയുടെയും നിരീശ്വര ചിന്തയുടെയും കെട്ടുകൾ അറ്റുപോകുന്ന കർത്താവിന്റെ കരത്തിന്റെ ശക്തി പതിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.